വൈൽ വെയറിങ് ഹിജാബ്. അത് ഭയങ്കരമായിട്ടൊരു ഹാർട്ട് ടച്ച് ചെയ്തൊരു വേർഡ്സാണ്. എന്താണ് അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ചെയ്യാനും അത് അങ്ങനെ തന്നെ ആയിട്ട് അവർ ഹിജാബ് ധരിക്കാതെ വേറെ റെക്കോർഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഇത്? അല്ല, അവര് ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കാണിക്കാനുള്ളതെന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ഫില്ല് ചെയ്യാനുള്ള. അപ്പം ഞാനതിൽ ജസ്റ്റ് കൊടുത്ത് നോട്ട് ലൈക്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേർക്കാന്നുള്ളൊരു രീതിക്ക് അവരൊരു സെക്ഷൻ ഉണ്ട്. അപ്പം അതിൽ ഞാൻ കൊടുത്തത് വാസ് എനിക്ക് ഇനിയും എംപവർ ചെയ്യണം വിമണിനെയും ഗേൾസിനെയും, അവർക്കും ചെയ്യാൻ പറ്റും. അവർ ജസ്റ്റ് ഒന്ന് മൈൻഡ് വെച്ചാൽ മതി. എല്ലാവർക്കും ഉള്ളിൽ ആ ഒരു ഇതുണ്ട്, കഴിവുണ്ട്. ഒരു ഹിജാബ് കൊണ്ട് ആരും അവിടെ ഒതുങ്ങി പോകരുത്. ആ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്നുണ്ട്. മൊത്തത്തിൽ പറയുന്നുണ്ടല്ലോ ഹിജാബില് ഗേൾസിനെ അല്ലെങ്കിൽ വുമൻസിനെ തളച്ചിടുന്നു എന്ന് പറയുന്നത്. ഞാൻ മുഖം മറക്കണത് റിയൽ ലൈഫിൽ ഞാൻ നിക്കാബ് അങ്ങനെ ഡെയിലി ഇടുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാരണം എനിക്ക് ആദ്യം അറ്റ് ദ ബിഗിനിങ് എൻ്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു രീതിക്കായിരുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും എന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിക്ക്. അപ്പം എൻ്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം മുഖം മറച്ചിരുന്നത്. പിന്നെ അതിൻ്റെ മേലെ ആൾക്കാർക്കൊരു ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയും ആ ഒരു ഹിജാബ് എംപവർമെന്റ് കൊണ്ടുവരണമെന്ന് എൻ്റെ മൈൻഡിൽ വന്നത്. കാരണം ഞാൻ മുഖം മറച്ചുകൊണ്ട് വേറൊരാൾക്ക് എന്തിനാണ് ഒരു പ്രോബ്ലം വരുന്നത് അവിടെ? അവർക്ക് അത് ക്ലിയർലി മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അത് എൻ്റെ റൈറ്റാണ്. ആൾക്കാർക്ക് എങ്ങനെ ഡ്രസ്സ് ചെയ്യണോ, ഇപ്പോൾ ഒരാൾക്ക് മുഖം മറക്കണ്ടെങ്കിൽ അവർക്ക് മറക്കണവര് മറച്ചോട്ടെ. അവര് ആ ഒരു നമ്മളെ ചോയ്സിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരാൻ പാടില്ല.